സിനിമയൊന്നും കാണാനില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് രണ്ട് പടങ്ങൾ ഒരുമിച്ച് ഓട്ടിയിട്ട് റിലീസായത്. പൃഥ്വിരാജ് വില്ലനായിട്ടുള്ള ബഡേമിയാൻ ചോട്ടേമിയാനും ധ്യാനും പ്രണവും നായകന്മാരായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം. ഇതിൽ ബഡേമിയാന്റെ ഡയറക്ടറൊക്കെ പറഞ്ഞത് പൃഥ്വിരാജിനെ ഒഴിച്ച് വേറെ ആർക്കും ഇന്ത്യ ചെയ്യാൻ പറ്റാത്ത വില്ലൻ റോളാണ് ആ സിനിമയിലുള്ളതെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കണ്ടത് അതാണ്. അങ്ങനെ കുറെ കണ്ട് ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇന്ത്യൻ ആർമി കുറെ വെപ്പൺസ് ഒക്കെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുമായിരിക്കും. അപ്പോഴാണ് കുറെ വില്ലന്മാർ അറ്റാക്ക് ചെയ്യാനൊക്കെ വേണ്ടി വരിക. പ്രണയോ? ഓ ഓക്കെ ഓക്കെ, ബാക്കി പറഞ്ഞു. ഇത് പൃഥ്വിരാജ് ആയിരുന്ന. എന്തായാലും പൃഥ്വിരാജ് അവിടുന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെപ്പണും അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഒരു മീറ്റിംഗ് ആണ്. എന്താ ഗെയിമിംഗ് റൂം. അങ്ങനെ പൃഥ്വിരാജ് ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇന്ത്യൻ ആർമിക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കും. ഇത് തീർന്നില്ല, ഇത് നാശം. പ്രളയം, അങ്ങനെയുള്ള ഒരു പ്രളയം. പ്രളയം, അടുത്ത നിമിഷം പ്രളയം ഉണ്ടാകും. പ്രളയത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ലേ? അങ്ങനെ പൃഥ്വിരാജിനെ പിടിക്കാനായിട്ട് ഇന്ത്യയിലെ ബെസ്റ്റ് സോൾജേഴ്സിനെ ഇവർ വിളിക്കും, ബഡേമിയാനും ചോട്ടേമിയാനും. എന്നിട്ട് റെഡ് ബുളിന്റെ പരസ്യം പോലെ ഇവന്മാർക്ക് ഒരു ഇൻട്രോവും കാണിക്കും. Red Bull gives you wings. ഇതിന്റെയൊക്കെ ഇടക്കാണെങ്കിൽ നമ്മുടെ ചോട്ടേമിയാൻ അസാസിൻസ് ക്രീഡ് ആവും. ഗെയിം അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അപരാധങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവന്മാർ പൃഥ്വിരാജിന്റെ പുറകെ പോണേ. അത് വന്ന് UK ഈ സീൻസ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ വെറുത്തിരിക്കും. അപ്പം നമ്മുടെ ഡയറക്ടർ കയ്യിൽ നിന്ന് ഒരു സാധനം കിട്ടും. 2024 മോസ്റ്റ് വെറുപ്പിക്കൽ ക്യാരക്ടർ. അല്ല, ഇതൊക്കെ ഫോട്ടോഷോപ്പിൽ ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാ. Dude, you are like hotness pro max. Dude, you are like cringiness pro max. No, I'm starving. So can you please go to the mess? അല്ലെങ്കിൽ നിന്നെ തന്നെ കഴിക്കും ചെയ്യും. Because you're just such a snack. അപ്പോൾ ഇവന്മാരൊക്കെ കൂടെ പൃഥ്വിരാജിനെ പിടിക്കാൻ പോകും. അപ്പോഴാണ് മനസ്സിലായത് പുള്ളി എന്തൊക്കെയോ സയന്റിസ്റ്റും റിസർച്ചും ക്ലോണിങ് അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇമ്മോർട്ടൽ ആയിട്ടുണ്ട്. അതായത് പുള്ളിക്ക് എന്ത് മുറിവ് പറ്റിയാലും അത് തന്നെ ഹീലായിട്ട് വരും. പക്ഷേ ഇവന്മാരെങ്ങനെയൊക്കെ ഇമ്മോർട്ടൽ ആയിട്ടുള്ള പൃഥ്വിരാജിനെ അടിച്ച് സൈഡാക്കിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടും, മിഷൻ ഇമ്പോസിബിൾ കളിച്ചോണ്ട്. അങ്ങനെ ഈ ഫൈറ്റിന്റെ ഇടയ്ക്ക് എന്തായാലും ബഡേനെയും ചോട്ടേനൊക്കെ പൃഥ്വിരാജ് പിടിച്ച് കെട്ടിയിടും. ഞാൻ പോകുന്നു. മനസ്സിലായോ? ആ പേരങ്ങ് പറഞ്ഞു കൊടുക്കുക രാജുവേട്ടാ, അവന്മാരങ്ങ് ഞെട്ടട്ടെ. പ്രളയം. അങ്ങനെ പിന്നെ കാണിക്കുന്നത് പൃഥ്വിരാജിന്റെ ബാക്ക് സ്റ്റോറിയാണ്. ഈ ഫ്ലാഷ് ബാക്കിൽ ബഡേമിയാനും ചോട്ടേമിയാനും പൃഥ്വിരാജും ഒക്കെ ഭയങ്കര ബഡാ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ വലിയൊരു സയന്റിസ്റ്റ്, ഒരു കമ്പനിയുടെ ഓണറൊക്കെ ആയിട്ടുള്ള പൃഥ്വിരാജ് ഈ സോൾജേഴ്സിനെ ക്ലോൺ ചെയ്യുന്ന ഒരു പ്രോജക്ട് ഇന്ത്യൻ ആർമിയുടെ മുന്നിൽ അനൗൺസ് ചെയ്യും. പക്ഷേ ഇന്ത്യൻ ആർമിക്ക് അത് ഇഷ്ടപ്പെടില്ല. ആർമി അതങ്ങ് റിജക്ട് ചെയ്യും. ഇതിന്റെ ദേഷ്യത്തിലാണെങ്കിൽ ഒരു ഇന്ത്യ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്. അങ്ങനെ ഈ അവിഞ്ഞ ഫ്ലാഷ് ബാക്കിന് ശേഷം നേരെ പ്രസന്റ് സീനിലേക്ക് വരും. ഇവിടെയാണെങ്കിൽ ബഡേനെയും ചോട്ടേനൊക്കെ പൃഥ്വിരാജ് കെട്ടിയിട്ട് വെച്ചിരിക്കും. ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കൊല്ലേണ്ടതിന് പകരം ഇങ്ങനെ ആ സ്ഥലം മൊത്തം കത്തിച്ചിട്ട് നേരെ ഹെലികോപ്റ്ററിൽ കയറി പോകും. എന്തായാലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ബഡേയും ചോട്ടൊക്കെ കൂടെ തീട്ട സ്ഥലമൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വരും. എന്തായാലും പൃഥ്വിരാജിന്റെ ഇനിയുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് തന്നെ മിസൈൽ വേറെ രാജ്യത്തേക്കൊക്കെ വിട്ടിട്ട് മൊത്തത്തിലൊരു വാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത് ഇന്ത്യ മാത്രമല്ല വക്കാണ്ട 144P ആണെന്ന്. കാരണം ഇന്ത്യയുടെ ചുറ്റും ഒരു ഷീൽഡൊക്കെ ഉണ്ട്. അങ്ങനെ അവസാനം ഇവന്മാരെന്തായാലും പൃഥ്വിരാജിനെ ഒന്ന് വക്കാണ്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് പടം തീരുന്നത്. എന്തായാലും ഇതൊക്കെ കണ്ട് സിനിമ തന്നെ വെറുത്തിരിക്കുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടി അപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷവും കണ്ട്. ഈ സിനിമ സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മേക്ക് ഓവേഴ്സ് വരാൻ തുടങ്ങിയത്. പിന്നെ ഈ സിനിമയിൽ ഇവരുടെ ആക്ടിംഗ് ഒക്കെ ഒന്ന് കാണണം. എക്സാമ്പിൾ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സീനാണ്. ഇത് ചിരിക്കാണോ കരയാണോ? ഇനി ഇങ്ങനെയുള്ള കലാകാരന്മാരുണ്ടാവോ? ജ്ഞാപകം പോലത്തെ പാട്ടൊക്കെ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ ഈ പാട്ടിനെ പറ്റിയും പറയാനുണ്ട്. അത്യാവശ്യം മോശമില്ലാതെ ഒരു പാട്ടുണ്ടാക്കി വെച്ചിട്ട് പോലും ഇത്രയും ആൾക്കാരെ വെറുപ്പിച്ചൊരു പാട്ട് വേറെ ഇല്ല. കാരണം ഈ പടം മൊത്തം ഈ പാട്ടാണ്. ഇതൊന്നും പോരായിട്ട് ഡയലോഗിന്റെ ഇടയിൽ ഈ പാട്ട് തന്നെ കുത്തിക്കയറ്റും. മൂളിപ്പാട്ടായിട്ടും ഈ പാട്ട് തന്നെ. അത് മാത്രമല്ല പടത്തിന് പോകുന്നവരെയും വരുന്നവരെയും ഒക്കെ കൊണ്ട് ഈ പാട്ട് തന്നെ പാടിക്കും. വലിയ പ്രശ്നമില്ലാതെ തുടങ്ങിയിട്ട് പോലും അവസാനം ഫാൻസി ഡ്രസ്സും ജ്ഞാപകം കൊണ്ട് വെറുപ്പിച്ച് കൈ തന്ന പടമാണ് വർഷങ്ങൾക്ക് ശേഷം. ഈ രണ്ട് പടം ഒരുമിച്ചാണ്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയുമ്പോഴും ഉദ്ദേശിച്ച വാക്കേതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ.